വള്ളികുന്നത്തെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ബിജെപി. ആര്യാട്ടുവിളയിലെ കുഴൽക്കിണറിൽ റീത്ത് വെച്ച് ബിജെപി പ്രവർത്തകർ പ്രതിഷേധിച്ചു. കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് ബിജെപി പ്രവർത്തകർ പറഞ്ഞു. ഇപ്പൊ വെള്ളമില്ല, കുടിക്കാൻ പോലും വെള്ളം കിട്ടുന്നില്ല. ഇത് ഇടിഞ്ഞു താന്നാണ് പറയുന്നത്. ലൈവല്ലേ ഇത്, യഥാർത്ഥ കാര്യമാണ് പറയുന്നത്. ഇപ്പൊ ഇടിഞ്ഞു താന്നും പറഞ്ഞുകൊണ്ടാണ് മാസങ്ങൾ കഴിഞ്ഞ്. വള്ളികുന്നത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ബിജെപി പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പറയൂ പറയൂ സർക്കാരേ, സൂചനയാണ് സൂചനയാണ്, ഇന്നീ സമരം സൂചനയാണ്. സൂചന കൊണ്ട് പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറും, രൂപം മാറും, ഭാവം മാറും. ഇതിന്റെ ഭാഗമായി ആര്യാട്ടുവിളയിലെ ഇടിച്ചു താന്ന കുഴൽക്കിണറിൽ ബിജെപി റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. സമരം യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി ജി ശ്യാംകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇത്രയും ഭരണ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നമായിട്ടുള്ള കുടിവെള്ളം കൊടുക്കുവാൻ ഇവിടുത്തെ അധികാരികൾ തയ്യാറാകുന്നില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നമ്മുടെ വള്ളികുന്നം BJPയുടെ 2 ഗ്രാമപഞ്ചായത്ത് മെമ്പറും നമ്മളോടൊപ്പമുണ്ട്. ഇതൊരു സൂചനാ സമരം മാത്രമാണ്. വള്ളികുന്നത്തെ CPM നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് അധികാരികളോട് പറയുവാനുള്ളത്, കുടിവെള്ള പ്രശ്നം അടിയന്തരമായിട്ട് നിങ്ങൾ പരിഹരിക്കണം. ജനങ്ങളുടെ ഏറ്റവും വലിയ നീറുന്ന പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നം. ആ കുടിവെള്ള പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ സുശക്തമായിട്ടുള്ള സമരങ്ങളുമായിട്ട് BJP നേതൃത്വം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും തർക്കവും. മനു കൊണ്ടോട് മുകളിൽ അധ്യക്ഷത വഹിച്ചു. ത്രിദീപ് കുമാർ, വിജയലക്ഷ്മി, സുധീഷ് വള്ളികുന്നം, ഉദയകുമാർ, മുരളീധരൻ പിള്ള, ശിവൻകുട്ടി നായർ, ശശിധരൻ നായർ, രഞ്ജിനി സുധീഷ്, രമേശൻ, ധർമ്മരാജൻ, സുഭാഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് BJP നേതാക്കൾ പറഞ്ഞു. 3/4% ആൾക്കാർ കിണറില്ലാത്ത ആൾക്കാരാണ്. കിണറ്റിലെ വെള്ളം കൊണ്ടായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ വെള്ളമില്ലാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളാണ്. കോളനി ചെയ്ത് 3/4 ഭാഗം ആൾക്കാർക്കും കിണറില്ല. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം.